വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ തുടരുന്ന നിഷ്ക്രിയ നിലപാടിനെതിരെ കർഷക കോൺഗ്രസ് സമരരംഗത്തേക്ക്. ഫെബ്രുവരി 2-ന് ദേവികുളം DFO ഓഫീസിലേക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തും. സർക്കാർ അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കുന്നതുവരെ കർഷക സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് മുന്നറിയിപ്പ് നൽകി. 2005 ശേഷം ഇടുക്കി ജില്ലയിൽ മാത്രം ഇത് 46ാമത്തെ ആളാണ് വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷി നശിപ്പിക്കുകയും 46 പേർ ഇടുക്കിയിലും കേരളത്തിലാകമാനം 100 കണക്കിന് ആളുകളെ കൊല്ലുകയും ചെയ്തിട്ടും ഇതിനൊരു പരിഹാരമുണ്ടാക്കാതെ സർക്കാർ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ അത് ശക്തമായി ഞങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പരിഹാരം ഉണ്ടായേ പറ്റൂ. അതുകൊണ്ടാണ് കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ മുന്നിലേക്ക് DFO ഓഫീസിലേക്ക് ഞങ്ങൾ ഈ വരുന്ന 2-ാം തീയതി 11 മണിക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. കാർഷിക മേഖലയും വനമേഖലയും തമ്മിൽ തിരിച്ചുകൊണ്ട് അവിടെ കോൺക്രീറ്റ് മതിലോ അല്ലെങ്കിൽ ട്രെഞ്ചോ നിർമ്മിക്കണം. അതുകൊണ്ട് കോൺക്രീറ്റ് ഫെൻസിങ്ങോ അല്ലെങ്കിൽ ട്രെഞ്ച് കുഴിച്ചോ ഈ വന്യമൃഗ ശല്യത്തിന് പരിഹാരമുണ്ടാക്കണം. ഇല്ലായെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി കർഷക കോൺഗ്രസ് മുന്നോട്ട് വരും എന്നാണ് എനിക്ക് ഈ അവസരം പറയാറ്. റെജി ലൈവ് ഇവന്റ്സ് ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.